Good morning, my dear students. Today we are going to discuss about the new chapter from the statistics, organization of the data. നമ്മൾ ഓൾറെഡി കളക്ഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അതിൽ ഡാറ്റ സോഴ്സസ് ഏതൊക്കെയാണ്, വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡാറ്റ കളക്ഷൻ, സാമ്പിളിംഗ്, സെൻസസ് മെത്തേഡൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ള ഡാറ്റ, ആ കിട്ടിയിരിക്കുന്ന ഡാറ്റ റോ ഡാറ്റ ആയിരിക്കും. The data collected in a original form, it is known as raw data. ആ റോ ഡാറ്റയെ അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ സിമിലാരിറ്റികളും ഒക്കെ അനുസരിച്ചുകൊണ്ട് അതിനെ വേർതിരിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന റോ ഡാറ്റ എന്ത് രൂപത്തിലായിരിക്കും? അൺഓർഗനൈസ്ഡ് രൂപത്തിലായിരിക്കും. ആ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റയെ അതിൻ്റെ പ്രത്യേകതകൾക്ക് അനുസരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സിമിലാരിറ്റി അനുസരിച്ചുകൊണ്ട് വേർതിരിക്കുന്ന മെത്തേഡിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് പറയുന്നു. ആ ഓർഗനൈസേഷൻ ഓഫ് ദ ഡാറ്റ നടത്താനുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നു ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ എന്നതാണ്. നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് നോക്കാം. ദ പ്രോസസ് ഓഫ് ഗ്രൂപ്പിംഗ് ഡാറ്റ according to their characteristics is known as classification of data. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോ ഡാറ്റയെ അത് ഇതിൻ്റെ പ്രത്യേകതകളും അല്ലെ സ്വഭാവ സവിശേഷതകളൊക്കെ അനുസരിച്ചുകൊണ്ട് വേർതിരിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ക്ലാസിഫിക്കേഷൻ ഓഫ് ദ ഡാറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാസിഫിക്കേഷൻ നടത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം, അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തെല്ലാം? ഒബ്ജക്റ്റീവ്സ് ഇവിടെ പറയും ടു സിംപ്ലിഫൈസ് ദ കോംപ്ലക്സ് ഡാറ്റ. ടു സിംപ്ലിഫൈസ് ദ കോംപ്ലക്സ് ഡാറ്റ. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന റോ ഡാറ്റ എന്തായിരിക്കും? ഒരു കോംപ്ലക്സ് ആയിരിക്കും. കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായിട്ടോ അല്ലെങ്കിൽ വ്യക്തത ഇല്ലാത്തതായിരിക്കും. അപ്പോൾ അതിനെ ഒന്ന് കോംപ്ലക്സ് ഡാറ്റയെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്തുപയോഗിക്കുന്നത്? ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിന്റ് ടു ഫെസിലിറ്റേറ്റ് അണ്ടർസ്റ്റാൻഡിങ് അല്ലേ. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, ആ റോ ഡാറ്റയെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി, കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണ്ടി വരും? ആ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ആ മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അതാണ് ക്ലാസിഫിക്കേഷൻസിൻ്റെ രണ്ടാമത്തെ ഒബ്ജക്റ്റ്. ദെൻ മൂന്നാമത്തത് ദ തേർഡ് വൺ ടു ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലേ, നമുക്ക് താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നമ്മൾ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളെ താരതമ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കമ്പാരിസൺ നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ്റെ മറ്റൊരു ഒബ്ജക്റ്റീവാണ് ഫെസിലിറ്റേറ്റ് കമ്പാരിസൺ. ദെൻ ദ ഫോർത്ത് പോയിന്റ് ടു മേക്ക് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഈസി. നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റയെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനാലിസിസ് നടത്തുന്നതിന്, ആ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് നമുക്ക് എന്താണ് നമ്മളിത് ഈ ഡാറ്റ കളക്ട് ചെയ്തിട്ട് കൊണ്ട് എന്തെല്ലാം സംഭവിക്കുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, അത് എന്തിലേക്ക് ഭവിക്കും തുടങ്ങിയത് എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. ദെൻ അതേപോലെ തന്നെ ദ ഫിഫ്ത്ത് പോയിന്റ് ടു അറേഞ്ച് put the data according to their common characteristics. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ പ്രത്യേകതകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഇതിനെ വേർതിരിക്കാൻ അല്ലെങ്കിൽ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫിക്കേഷൻ നടത്താനുള്ള അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ദ ഫസ്റ്റ് വൺ ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ. ദെൻ സെക്കൻഡ് വൺ chronological classification, third one qualitative classification, the fourth one quantitative classification, then the last one alphabetical classification. നമുക്ക് ഇതിലെ ഓരോന്നും എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പോവാം. The first one geographical classification. When the data classified according to the geographical location or region like state, cities, regions, zone, areas, etc. അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റയെ എന്ത് ചെയ്യുന്നുണ്ട്? എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? അക്കോർഡിംഗ് ടു ദ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ഓർ റീജിയൻ. ജോഗ്രഫിക്കൽ ലൊക്കേഷൻ്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ റീജിയൻ വൈസ് ആയിട്ടോ ഡാറ്റയെ എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്ന ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ എക്സാമ്പിളായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. For example, the production of the food grains in India may be presented state
സ്റ്റേറ്റ് വൈസ് ആസ് എ ഫോളോയിങ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ അടുത്ത സ്ലൈഡിൽ കാണാം. ഇവിടെ ഇതൊരു ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷന് എക്സാമ്പിൾ ആയിട്ടുള്ള ടേബിളാണ്. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൻ്റെ സീരിയൽ നമ്പർ 1 2 3 4 5 ഇങ്ങ് കൊടുത്തിട്ടുണ്ട്. ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് അല്ലേ, ദാറ്റ് ദ നെയിം ഓഫ് ദ സ്റ്റേറ്റ് ദാറ്റ് ഡാറ്റ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ ജോഗ്രഫിക്കൽ മാനർ ഓർ ജോഗ്രഫിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ പ്രത്യേകതകൾ അനുസരിച്ച് കൊണ്ടാണ് ഡാറ്റയെ മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് വൈഡ് അല്ലെങ്കിൽ ഫുഡ് ക്രോപ്സുകളുടെ പ്രൊഡക്ഷൻ സ്റ്റേറ്റ് വൈഡ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് അതിൻ്റെ ടോട്ടൽ ഫുഡ് ഗ്രെയിൻസ് അല്ലേ 1000 ടൺസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബീഹാർ, കർണാടക, പഞ്ചാബ്, ഉത്തർപ്രദേശ് അങ്ങനെ സ്റ്റേറ്റ് വൈസ് ആയിട്ട് അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഓർ ഏരിയ വൈസിൽ ഡാറ്റ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു, ജോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അടുത്തതായിട്ട് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ക്രോണോളജിക്കൽ നോക്കാം. When data are observed over a period of time, the type of classification is known as chronological classification on the basis of its time of occurrence. നിങ്ങൾ ഇന്ത്യ ചരിത്രം 10ാം ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. 1947 അല്ലേ, 1857 മുതൽ 1947 വരെയുള്ള ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റിംഗ് പീരിയഡുകൾ നിങ്ങൾ ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട്. അതൊരു ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷനാണ്. അപ്പോൾ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ എക്സാമ്പിൾ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമുക്ക് അതിൻ്റെ തിയറി ഒന്നും കൂടി നോക്കാം. വെൻ ഡാറ്റ ആർ ഒബ്സർവ്ഡ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം, ദ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് നോൺ ആസ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഓരോ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ടൈം പീരിയഡിനെ അടിസ്ഥാനമാക്കിയിട്ട് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ നോക്കാം. നാഷണൽ ഇൻകം ഫിഗേഴ്സ്, ആനുവൽ ഔട്ട്പുട്ട് ഓഫ് വീറ്റ്, മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് ഹൗസ് ഹോൾഡ്, ഡെയിലി കൺസംഷൻ ഓഫ് മിൽക്ക് എക്സെട്ര ആർ സം ഓഫ് ദ എക്സാമ്പിൾ ഓഫ് ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്കൊരു ടേബിളിലൂടെ നോക്കാം. പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ 1941 to 1991, 1941 മുതൽ 1991 വരെയുള്ള ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഇൻ ക്രോസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ 1941 31.87 crores അല്ലേ, then 1951 36.11 crores, 1961 43.91 crores, then 1971 54.84. ഇങ്ങനെ ഓരോ ഇയർ വൈസ് അല്ലെങ്കിൽ ടൈം വൈസ് ആയിട്ട് കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡാണ് എന്തെന്ന് വിളിക്കുന്നത്, ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ദെൻ ദ നെക്സ്റ്റ് വൺ, ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും ആൽഫബറ്റ്സ് അറിയാം അല്ലേ. ആ ആൽഫബറ്റുകൾ അല്ലേ, ആൽഫബറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു, ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. നമുക്ക് നോക്കാം. When the data are arranged according to the alphabetical order, it is called alphabetical classification. നിങ്ങൾ ഇന്ത്യയിലെ അല്ലേ, ഇന്ത്യയിലെ ഡിഫറെൻ്റ് സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ആ സ്റ്റേറ്റുകളെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ അല്ലേ, എ വെച്ചിട്ട് ബി വെച്ചിട്ട് സി, എ പി സി എന്നുള്ളതിൻ്റെ ഓർഡറിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടിട്ടില്ലെങ്കിൽ ഒരു ടേബിൾ കാണിക്കാം, അതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ഷോയിങ് ദ ഡെൻസിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഇൻ ആൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഒരു ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഇന്ത്യയുടെ നമ്മുടെ വിവിധ സ്റ്റേറ്റുകളുടെ ഡെൻസിറ്റി, പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് എ വെച്ചുകൊണ്ട് ആന്ധ്രാപ്രദേശ്, ആസാം, ദെൻ ബി ബീഹാർ, ദെൻ സീല, ദെൻ ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, കേരള. ജസ്റ്റ് ലൈക്ക് ആൽഫബറ്റിക്കൽ ഓർഡറിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു, ആൽഫബറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ. ദെൻ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. തിയറി എന്താണെന്ന് നോക്കാം. We may first divide the population into the males and females on the basis of the attributes sex. അല്ലേ, each of this class may be further subdivided into literate and illiterate on the basis of the attributes literacy. അല്ലേ, further classification can be made on the basis of same other attributes, say
the employment. അപ്പോൾ നമുക്ക് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ചില ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ, ചില ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ, അല്ലേ, ചില സ്വഭാവ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുണ്ട് പോപ്പുലേഷൻ എന്തായിട്ട് ആദ്യം ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? സെക്സ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടിനെ അടിസ്ഥാനമാക്കിയിട്ട് മെയിൽ ഫീമെയിൽ. ദെൻ ആ മെയിൽ ആൻഡ് ഫീമെയിലിനെ നോക്കാം. മെയിൽ ആൻഡ് ഫീമെയിലിനെ ലിറ്ററേറ്റ് ആൻഡ് ഇല്ലിറ്ററേറ്റ് എന്നുള്ള അടുത്തൊരു ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വീണ്ടും അതിനെ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് എന്നുള്ള രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് quantitative classification refers to the classification of data according to some characteristics that can be measured. That can be measured such as height, weight, income, sales, profit, production, etc. നമ്മൾ അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയുന്ന വി ക്യാൻ മെഷേർഡ് ഡാറ്റയെ മെഷർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന രീതിയെ എന്തെന്ന് വിളിക്കുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമുക്കൊരു വിവരങ്ങൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡാറ്റ ഇപ്പോൾ നമ്മൾ ഹൈറ്റ്, വെയിറ്റ്, ഇൻകം, സെയിൽ, പ്രോഫിറ്റ്, ദെൻ അതിൽ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ വേർതിരിക്കുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. ദെൻ അടുത്തത് നോക്കാം. ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻസിൻ്റെ ഒരു ടേബിളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ വെയിറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂസ് സീരീസിലാണ് കൊടുത്തിട്ടുള്ളത്. 40 to 50, 50 to 60, 60 to 70, 70 to 80, 80 to 90 ആൻഡ് ടോട്ടൽ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഇത് വെയിറ്റ് 40 to 50 വരുന്ന ഏകദേശം ഹൗ മെനി സ്റ്റുഡൻസ് ഉണ്ട്? 60 പേരുണ്ട്. ദെൻ 50 to 60 then 50 students are there. Then 60 to 70 category, in that range 28 students are there. Then 70 to 80 category, then 20 students are there. Then 80 to 90 12 students are there. അപ്പോൾ ഇങ്ങനെ ഒരു ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്ന മെത്തേഡിനെ എന്തെന്ന് വിളിക്കുന്നു? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ നല്ലൊരു ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. ഇവിടെ വരുന്നത് ക്ലാസിഫിക്കേഷൻ, നല്ലൊരു ക്ലാസിഫിക്കേഷൻ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗുണം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് അതിൽ നിന്ന് കിട്ടുന്നത് നോക്കാം. ഒന്ന്, നമുക്ക് കോംപ്രിഹെൻസീവ് ആയിരിക്കും, വളരെ ക്ലിയർ ആയിട്ടുള്ള, വളരെ കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ വളരെ വ്യക്തമായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്ന് ലഭിക്കാൻ കഴിയുന്നുണ്ട്. ക്ലാരിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഹോമോജീനിറ്റി, ഒരു നമ്മൾ ഡാറ്റയെ അതിൻ്റെ റിസംബ്ലൻസും അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഹോമോജീനിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ നല്ല സ്യൂട്ടബിലിറ്റി ഉണ്ടായിരിക്കും. ദെൻ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇവയാണ് ഒരു നല്ലൊരു ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോഴുള്ള അതിൻ്റെ പ്രത്യേകതകൾ, ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ക്ലാസിഫിക്കേഷൻ. ദെൻ ദ നെക്സ്റ്റ് വൺ, നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് വേരിയബിൾ എന്ന് പറയുന്ന ഭാഗമാണ്. എനി വാല്യൂ ദാറ്റ് അണ്ടർഗോസ് ചേഞ്ചസ് ഇറ്റ് ഈസ് നോൺ ആസ് വേരിയബിൾ. എന്തെങ്കിലും ഒരു വാല്യൂ അതിനെന്തെങ്കിലും ചേഞ്ച് വരുന്നു എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ വിളിക്കുന്നത് എന്താണ്? വേരിയബിൾസ് എന്ന് വിളിക്കുന്നു. നമുക്ക് നോക്കാം. എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർ ഫിനോമിനൻ വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ബീയിങ് മെഷേർഡ് ആൻഡ് ചേഞ്ച് ഇറ്റ്സ് വാല്യൂ ഓവർ എ ടൈം ഈസ് കോൾഡ് വേരിയബിൾ. ഒരു പ്രത്യേക കാലയളവിൽ, ഒരു പ്രത്യേക സമയഘട്ടത്തിലൊക്കെ ഒരു വസ്തുവിൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവയെ എന്തെന്ന് വിളിക്കുന്നു? വേരിയബിൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ആ വേരിയബിൾസ് 2 ടൈപ്പ് വേരിയബിൾ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വേരിയബിൾസ് 2 ടൈപ്പ് ഉണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിളും ഉണ്ട്, അതേപോലെ തന്നെ കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ട്. ഏറ്റവും ആദ്യം നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്ന് നോക്കാം. ഡിസ്ക്രീറ്റ് വേരിയബിളിൻ്റെ തിയറിയുടെ ഇതാണ്. ഡിസ്ക്രീറ്റ് വേരിയബിൾ ആർ ദോസ് വേരിയബിൾ ദാറ്റ് ഇൻക്രീസ് ഇൻ ജം ഓർ ഇൻ കംപ്ലീറ്റ് നമ്പേഴ്സ്, നോ ഫ്രാക്ഷൻ ഈസ് പോസിബിൾ. നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ തന്നെയാണ്, ആ നമ്പറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ എന്താണോ അല്ലെങ്കിൽ വാല്യൂ എന്താണോ അത് ആ ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ആ വാല്യൂവിനെ തന്നെയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.
നമ്മളൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ എത്ര ടൈംസ് ആവർത്തിച്ചു അല്ലെങ്കിൽ എത്രയാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഡിസ്ക്രീറ്റ് വേരിയബിളിൽ വരുന്നത്. ഈ വാല്യൂവിൽ നമ്മൾ ഫ്രാക്ഷൻ വാല്യൂകളോ അതേപോലെ തന്നെ പോയിൻ്റ് വാല്യൂകളോ അതേപോലെ റൂട്ട് വാല്യൂസോ ഒന്നും ഏതിലുണ്ടാവണം എന്നില്ല, ഈ ഡിസ്ക്രീറ്റ് വേരിയബിൾ ഉണ്ടാവില്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിളിൽ ഒരു വാല്യൂ എത്ര ടൈംസ് ഒക്കർ ചെയ്തു അല്ലേ, ഒരു വാല്യൂ ഒരു സംഖ്യ എത്ര പ്രാവശ്യം ഒക്കറൻസ് ചെയ്തു, എത്ര തവണ ആവർത്തിച്ചു എന്നതൊക്കെ ആ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിൽ എന്തില്ല, റൂട്ട് വാല്യൂസ് ഇല്ല, പോയിൻ്റഡ് വാല്യൂസ് ഇല്ല, അതേപോലെ തന്നെ സ്ക്വയർ റൂട്ടോ അങ്ങനെ മറ്റ് ഫ്രാക്ഷൻസോ എന്നിട്ടുള്ള ഒരു നമ്പേഴ്സ് ഒന്നും ഇതിൽ ഉണ്ടാവണില്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ ആർ ദോസ് വേരിയബിൾ ദാറ്റ് ഇൻക്രീസ് ഇൻ ജം ഓർ ദ കംപ്ലീറ്റ് ദ നമ്പേഴ്സ്. ആ നമ്പർ എന്താണോ ആ നമ്പറിന് അനുസരിച്ച്. അപ്പോൾ ഇതിൽ ഡിസ്ക്രീറ്റ് വേരിയബിളിനൊക്കെ എക്സാമ്പിൾ നമ്പർ ഓഫ് എന്നുള്ളത്. അപ്പോൾ അതിൽ ആ ഒരു അങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അത് ഡിസ്ക്രീറ്റ് വേരിയബിളാണ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്, നമ്പർ ഓഫ്. അപ്പോൾ നമ്പർ ഓഫ് കാർസ് ഇൻ എ ഷോറൂം, ഒരു ഷോറൂമിലെ കാറുകളുടെ എണ്ണം. അപ്പോൾ ഒരു ഇന്നർ ടൈപ്പ് കാർ, സപ്പോസ് ഏതെങ്കിലും ഒരു കാർ മാരുതി സുസുക്കി, അപ്പോൾ മാരുതി അല്ലെങ്കിൽ മാരുതി എന്ന് പറയുന്ന കാറ്, ആ നമ്പർ ഓഫ് കാർസ് ഇൻ എ ഷോറൂം, അപ്പോൾ ഒരു 10 എണ്ണം കൊടുത്താൽ ആ കാറ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അതിൻ്റെ വാല്യൂ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള വേരിയബിളിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് വിളിക്കുന്നത്. ദെൻ അടുത്തത് കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു റേഞ്ച് കൊടുക്കും. ആ റേഞ്ചിൻ്റെ ഉള്ളിൽ ഏത് വാല്യൂസ് അതിൽ ഉൾക്കൊള്ളാം. പോയിന്റ് വാല്യൂസ് ഉണ്ടായിരിക്കാം, ഫ്രാക്ഷൻ വാല്യൂസ് ഉണ്ടായിരിക്കാം, റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കാം, ഇറാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കാം, ഫ്രാക്ഷൻസും ഡെസിമൽസും എല്ലാ നമ്പേഴ്സും അതിൻ്റെ ഉള്ളിലൊക്കെ ഉൾക്കൊള്ളും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സാണ് അല്ലെങ്കിൽ വേരിയബിൾസ് ആണ് എന്തെന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ. നമുക്ക് തിയറി എന്താണെന്ന് നോക്കാം. ദ വേരിയബിൾ ദാറ്റ് അസ്യൂം എ റേഞ്ച് ഓഫ് വാല്യൂ ഓർ ഇൻക്രീസ് നോട്ട് ഇൻ ജംസ് ബട്ട് കണ്ടിന്യൂസ്ലി ഓർ ഇൻ ഫ്രാക്ഷൻസ് ആർ കോൾഡ് കണ്ടിന്യൂസ് വേരിയബിൾ. അപ്പോൾ ഇതിൽ ഹൈറ്റ് ഓഫ് ദ ബോയ്സ് അല്ലേ 5 ഇഞ്ചസ്, 5.1 അല്ലെങ്കിൽ 5 ഇഞ്ചസ്, അതേപോലെ 5.3 ഇഞ്ചസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊടുത്തില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഈ വാല്യൂ അല്ലെങ്കിൽ വാല്യൂ ഒരു പ്രത്യേക റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. 0 to 10, 10 to 20, 20 to 30, 30 to 40, അല്ലെങ്കിൽ 0 to 10, ദെൻ ഇവിടെ 0 to 5, 5 to 10. ഇപ്പോൾ ഇന്നുള്ള രീതിയിലേക്ക് ഡാറ്റേഴ്സിനൊക്കെ അല്ലെങ്കിൽ ഡാറ്റയെ വേർതിരിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേരിയബിളിനെ എന്തെന്ന് വിളിക്കുന്നു, കണ്ടിന്യൂസ് വേരിയബിൾസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ കണ്ടിന്യൂസ് വേരിയബിൾ എന്താണ്, ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പാസ് ഓൺ ദ ന്യൂ ടോപ്പിക്, ദാറ്റ് ഈസ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ്. ദ കളക്റ്റഡ് ഡാറ്റ അറേഞ്ച്ഡ് ഇൻ എ ലോജിക്കൽ ഓർഡർ ഇറ്റ് ബിക്കംസ് എ സീരീസ്. സോ you can see that a systematic arrangement of statistical data, it is known as statistical series. The statistical series classified into 3. The first one individual series, second one discrete series, and third one continuous series. First of all, we are going to discuss about what is the meaning related to raw data. The raw data, the data collected in a original form or crude form, it is known as raw data. That raw data we can arrange in a logical order, it become a statistical series. So what is the meaning related to the series? Series is an arrangement of raw data in a different classes according to a given order or sequence is called series. So we can pass on the next topic, that is the conversion of raw data into series. There are two ways to conversion of the raw data into series, that is the individual series without frequency and the frequency series or series with the frequency. First of all, the first one, that is individual series. Individual series, the data we can arrange in a singly or individually. Listen, individual series is an arrangement of raw data individually without frequency. We can see that one of the example here. The individual series can be expressed in two way. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വൽ സീരീസിനെ എക്സ്പ്രസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് വൺ
അക്കോർഡിംഗ് ടു ദ സീരിയൽ നമ്പർ. ഒരു സീരിയൽ നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻഡിവിജ്വൽ സീരീസിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കാണിക്കാം. ഇവിടെ you can see that one of the table related to the mark of the 5 students. Here 1, 2, 3, 4, 5 5 വിദ്യാർത്ഥികളുടെ മാർക്കുകൾ കൊടുത്തിട്ടുണ്ട്. The mark of the first roll number 1 30, roll number 2 25, roll number 3 15, roll number 4 30 and roll number 5 25 is the arrangement of data according to the serial number. അപ്പോൾ ഇൻഡിവിജ്വലി ഇൻഡിവിജ്വൽ സീരീസിൽ ഡാറ്റയെ എന്ത് ചെയ്യുമ്പോൾ നമുക്കതിനെ മാറ്റുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അറേഞ്ച്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് രീതിയിൽ ചെയ്യാം, അക്കോർഡിംഗ് ടു ദ സീരിയൽ നമ്പറിൻ്റെ ഓർഡറിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. Then second one, the data of the individual series we can arrange it in a ascending or the descending order. Ascending order is the smallest number is placed in first. നിങ്ങൾക്ക് അറിയാം ascending order എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ചെറിയ നമ്പർ ആദ്യം പ്ലേസ് ചെയ്യുക. Then the descending order, the highest number placed in the first. Then the next one, frequency series. Frequency series are classified into two types. The first one, discrete series, or the other name of discrete series, that is a frequency array. There is no class interval, that is a discrete series. Then the next one, frequency distribution with the tally bars with the class interval. Class interval inde രീതിയിലുള്ള frequency distributionലും അതേപോലെ തന്നെ ക്ലാസ് ഇൻ്റർവെൽ ഇല്ലാത്ത ഡിസ്ക്രീറ്റ് സീരീസ് ഓർ ഫ്രീക്വൻസി അരേ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീക്വൻസി സീരീസിനെ മാറ്റാം. ഇനി അടുത്ത ഏരിയ എന്താണ്, എങ്ങനെ ഒരു ഫ്രീക്വൻസി ടേബിൾ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാം, എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, എന്താണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളത് നോക്കാം. ഹിയർ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ refers to a table in which observed the value of a variable are classified according to their numerical magnitude. ന്യൂമറിക്കൽ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചുകൊണ്ട് തന്നിരിക്കുന്ന ഡാറ്റയെ അവരുടെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഏതെന്ന് പറയുന്നത്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. There are two methods. The first one, discrete series, and the second one, continuous series. First of all, what is a discrete series? Discrete series, the variable is called discrete if the variable can take only some particular value. അല്ലേ, നമ്മളൊരു പ്രത്യേക ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യയെ എത്ര തവണ ആവർത്തിച്ചു എന്നുള്ളത് മാത്രമേ ഡിസ്ക്രീറ്റ് സീരീസിൽ കാണിക്കുന്നുള്ളൂ. എന്നാൽ കണ്ടിന്യൂസ് സീരീസിൽ the variable is called continuous if it can take any value in a given range. നമ്മളൊരു സ്പെസിഫൈഡ് റേഞ്ച് എടുക്കുകയാണെങ്കിൽ ആ സ്പെസിഫൈഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു നമ്പർ വന്നു കഴിഞ്ഞാൽ ആ നമ്പർ ഏത് സ്പെസിഫൈഡ് റേഞ്ചിലാണോ വരുന്നത് അതിൽ നമ്മൾ ടാലി മാർക്ക് ചെയ്യുകയും അതിൻ്റെ ഫ്രീക്വൻസി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഹൗ ക്യാൻ വി പ്രിപ്പയർ എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ? എങ്ങനെ നമുക്കൊരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാം? ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റുകളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ കൺസെപ്റ്റ് മനസ്സിലാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലേക്ക് പോവാം. ദ ഫസ്റ്റ് വൺ, ദ ക്ലാസ്. ഈച്ച് ഗിവൺ ഇൻ്റർവെൽ ഈസ് കോൾഡ് ക്ലാസ്. ഇപ്പോൾ നമ്മളൊരു ഡാറ്റയെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിലേക്ക് മാറ്റുമ്പോൾ നമുക്കതിനൊരു ക്ലാസ് കിട്ടും. ക്ലാസ് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കാണാം, 0 to 5, 5 to 10, 10 to 15. അപ്പോൾ അങ്ങനെ ആക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഏറ്റവും ആദ്യത്തത്. ആ പ്രക്രിയയെ എന്തെന്ന് വിളിക്കുന്നു? ക്ലാസ്, അല്ലെങ്കിൽ മേക്കിംഗ് ദ ക്ലാസ്, അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ക്ലാസ് നിർമ്മിക്കുന്ന പ്രത്യേകതയാണത്. ദെൻ ദ സെക്കൻഡ് വൺ, ക്ലാസ് ലിമിറ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം 0 to 5 and 5 to 10 എന്നുള്ളത് കാണാം. 0 to 5 and 5 to 10 എന്നുള്ളത് കാണാം. ഇതിൽ രണ്ട് ലിമിറ്റുകളുണ്ട്. 0 എന്ന് പറയുന്ന ഒരു ലിമിറ്റും 5 എന്ന് പറയുന്ന ഒരു ലിമിറ്റും, അല്ലേ? ആ 0യെ നമ്മൾ ലോവർ ലിമിറ്റ് എന്നും
5 എന്നുള്ളതിനെ അപ്പർ ലിമിറ്റ് എന്നും പറയും. Then next class 5 to 10 5 it is known as the lower limit and the 10 is known as upper limit. So the frequency distribution table, there are class limits is there, that is lower limit and the upper limit. Then the third one, that is the class interval. The difference between the lower limit and the upper limit. You can see that here the lower limit 0 and the upper limit 5. The difference between the lower limit and the upper limit, it is known as the class interval. Class interval. ഇത് തന്നെയാണ് ഏത് തന്നെ എന്ന് പറയുന്നത് റേഞ്ച്. റേഞ്ച് എന്ന് പറയുന്നത് the difference between the lower limit and the upper limit. ഇപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിലുള്ള ഡിഫറൻസിനെ ക്ലാസ് ഇൻ്റർവെൽ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ദ റേഞ്ച് ഓഫ് ദ ക്ലാസ് എന്നും കൂടി പറയാറുണ്ട്. ദ നെക്സ്റ്റ് പോയിന്റ്, മിഡ് പോയിന്റ് ഓർ മിഡ് വാല്യൂ. മിഡ് പോയിന്റ് ഓർ മിഡ് വാല്യൂ ഈസ് ആൻ ആവറേജ് ഓഫ് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്. ഇവിടെ എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ പ്ലസ് ആണ് വരിക. അപ്പർ ലിമിറ്റും പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ആണ് ദ മിഡ് വാല്യൂ എന്ന് പറയുന്നത്. ഇപ്പം മിഡ് വാല്യൂ എന്ന് പറയുന്നത് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടുന്നു? മിഡ് വാല്യൂ ഓർ മിഡ് പോയിന്റ് കിട്ടും. ദ നെക്സ്റ്റ് പോയിന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് ഐറ്റം ഓർ ഒബ്സർവേഷൻ ഫോളോയിങ് വിത്ത് എ പർട്ടിക്കുലർ item, it is known as, or particular class, it is known as frequency. അപ്പോൾ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നമ്മൾ നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺസെപ്റ്റുകളാണ് ക്ലാസ്, ദെൻ ക്ലാസ് ലിമിറ്റ്, ക്ലാസ് ഇൻ്റർവൽ, റേഞ്ച്, മിഡ് പോയിന്റ് ഓർ മിഡ് വാല്യൂ ആൻഡ് ഫ്രീക്വൻസി. ഇതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ക്ലാസ്. ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ക്ലാസ് എങ്ങനെ നമ്മൾ നിർമ്മിക്കും? ക്ലാസ് നിർമ്മിക്കാൻ നമുക്ക് കുറച്ച് ഒബ്സർവേഷൻ തരികയാണെങ്കിൽ ആ ഒബ്സർവേഷനിൽ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും തമ്മിൽ എടുക്കുക. കുറച്ച് ഒബ്സർവേഷൻ തന്നു അല്ലെങ്കിൽ കുറച്ച് നമ്പേഴ്സ് തന്നു. ആ നമ്പേഴ്സിൽ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും എടുത്തിട്ട് അതിൻ്റെ റേഞ്ച് കണ്ടെത്തുക. റേഞ്ച് എങ്ങനെയാണ് കാണുക? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഹയസ്റ്റ് വാല്യൂ ആൻഡ് ദ ലോവസ്റ്റ് വാല്യൂ കണ്ടെത്തുക. അങ്ങനെ നമ്മൾ ഹയസ്റ്റ് വാല്യൂവും ലോവസ്റ്റ് വാല്യൂവും കണ്ടെത്തിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്ര ക്ലാസ് ആണ് വേണ്ടത്? നമുക്ക് ഏകദേശം മിനിമം, ഇതിൻ്റെ റൂൾ എന്തെന്നാൽ മിനിമം 5 ക്ലാസ് എങ്കിലും വേണം, മാക്സിമം 25ൻ്റെ മുകളിലും പോവരുത്. അപ്പോൾ തന്നിരിക്കുന്ന ക്ലാസ്സുകളുടെ റേഞ്ച് കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് ഇൻ്റർവെല്ലിൽ നമ്മൾ എത്രയാണെന്ന് മനസ്സിനോട് തീരുമാനിക്കുക. 5 വേണോ അതോ 10 വേണോ എന്നുള്ളത് തീരുമാനിച്ചുകൊണ്ട് ഈ റേഞ്ചിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര ക്ലാസ് നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. നമുക്കൊരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ നമുക്ക് ഈ ക്ലാസ്സിൻ്റെ അവസാനം നമുക്ക് വിശദീകരിച്ച് തരാം. ഓക്കെ, ഞാനതിപ്പോൾ തിയററ്റിക്കലി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഞാൻ ഒരു പ്രോബ്ലം ചെയ്ത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ദെൻ അടുത്തതാണ് എക്സ്ക്ലൂസീവ് സീരീസ്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സീരീസ് പറഞ്ഞപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് ഉണ്ട്, ഡിസ്ക്രീറ്റ് സീരീസ് ഉണ്ട്, കണ്ടിന്യൂസ് സീരീസ് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ അടുത്ത വരുന്നതാണ് എക്സ്ക്ലൂസീവ് സീരീസും ദെൻ ഇൻക്ലൂസീവ് സീരീസ് എന്നൊക്കെ പറയാം. അപ്പോൾ എക്സ്ക്ലൂസീവ് സീരീസ് എന്താണെന്ന് നോക്കാം. എക്സ്ക്ലൂഡിങ് ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ്, all the item of the class are included in the class itself. അപ്പോൾ ഇവിടെ മാർക്ക് ആൻഡ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഹിയർ ദ മാർക്സ് 0 to 10, 10 to 20, 20 to 30, 30 to 40 എന്നുള്ള ക്ലാസ് കൊടുത്തിരിക്കുന്നു. ദെൻ ഫ്രീക്വൻസീസ് ആർ 2, 5, 2 and 1. ഇവിടെ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ക്ലാസ് ലിമിറ്റുകളായിട്ടുള്ള 0 to 10, ആ 0 to 10ൽ ലോവർ ലിമിറ്റ് എന്നുള്ളത് 0യും അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് 10ഉമാണ്. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്കൊരു ഒബ്സർവേഷൻ തരികയാണ്, 10 എന്ന് പറയുന്ന ഒരു നമ്പർ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ആ 10 എന്ന് പറയുന്ന നമ്പർ
ഏത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല? 0 to 10 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ആണ് ചെയ്യാറ്. എന്നിട്ട് ആ 10 എന്ന് പറയുന്ന വാല്യൂ ഏത് ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കാറ്? 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കാറ്. അപ്പോൾ 10 to 20യിലാണ് 10 എന്ന് പറയുന്ന ഒബ്സർവേഷൻ നമ്മൾ ടാലി മാർക്ക് ചെയ്യുന്നത്. എന്നാൽ 20 എന്ന് പറയുന്ന നമ്പർ ഈ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. 20 എന്ന് പറയുന്ന നമ്പർ ഈ ക്ലാസ്സിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യുകയും ഏത് ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു? 20 to 30 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സീരീസ് ആണ് ഏതെന്ന് പറയുന്നത്? എക്സ്ക്ലൂസീവ് അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഇൻക്ലൂസീവ് സീരീസ്. ഇൻക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത് the upper class limit of the class are included in the respective class. അപ്പോൾ ഇവിടെ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ആ മാർക്ക് 0 to 9, 10 to 19, 20 to 29. ഇതിനൊരു പ്രത്യേകത, 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിലെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നില്ല. നിങ്ങൾ എക്സ്ക്ലൂസീവ് സീരീസിൻ്റെ ടേബിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഹിയർ the upper limit of the first class repeating the lower limit of the next class. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, ഇത്തരത്തിലുള്ള സീരീസ് ആണ് എക്സ്ക്ലൂസീവ് സീരീസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നതാണ് എക്സ്ക്ലൂസീവ് സീരീസ്. എന്നാൽ ഇൻക്ലൂസീവ് സീരീസിൽ 0 to 9, 10 to 19 ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നില്ല, വേറെ നമ്പറാണ് വരുന്നത് അല്ലേ? അപ്പോൾ 0 to 9 എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റ് നെക്സ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് ആവർത്തിക്കുന്നില്ല, റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ല. അത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഏതെന്ന് പറയുന്നത്? ഇൻക്ലൂസീവ് സീരീസ് ആയിട്ടുള്ള ക്ലാസ്. നമുക്ക് ഇൻക്ലൂസീവ് സീരീസ് ഇസ് എ അപ്പർ ക്ലാസ് ലിമിറ്റ് ഓഫ് എ ക്ലാസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ റെസ്പെക്റ്റീവ് ക്ലാസ്. ഇപ്പം നിങ്ങൾക്കൊരു നമ്പർ 9 എന്ന് പറയുന്ന നമ്പർ വന്നു. ആ 9 എന്ന് പറയുന്ന നമ്പർ ഏത് ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കേണ്ടത്? 0 to 9 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കേണ്ടത്. ഏതിൽ? നേരത്തെ നമ്മൾ 10 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. ഏത് ക്ലാസ്സിലാണ് ഉൾക്കൊള്ളിക്കുന്നത്? ഈ ക്ലാസ്സുകളിലാണ് നമ്മൾ ഉൾക്കൊള്ളിക്കുന്നത് അല്ലേ? ഇവിടെ 10 to 20 എന്ന് പറയുന്ന ക്ലാസ്സിലാണ് 10 എന്ന് പറയുന്ന നമ്പർ ഉൾക്കൊള്ളിക്കുന്നത്. എന്നാൽ ഇവിടെ ഇൻക്ലൂസീവ് സീരീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്ലൂസീവ് സീരീസിൽ 9 എന്ന് പറയുന്ന നമ്പർ ഈ ക്ലാസ്സിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കുന്നത്. ദെൻ 10 എന്ന് പറയുന്ന നമ്പർ ഏതിലാണ്? 10 to 19 എന്ന് പറയുന്ന ആ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആ ക്ലാസ് ഇൻ്റർവെല്ലിൽ തന്നെയാണ് ഉൾക്കൊള്ളിക്കാറ്. അടുത്തത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ ഫസ്റ്റ് ക്ലാസ് എന്നുള്ളത് നമുക്ക് എന്താണെന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ അതിൻ്റെ ലാസ്റ്റ് ക്ലാസ്സിലും എന്താണെന്ന് നമുക്ക് ഇൻഫിനിറ്റീവായിട്ട് പോകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഫസ്റ്റ് ക്ലാസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയുന്നില്ല. അവിടെ ബിലോ 20 ആണ്. ബിലോ 20 എന്ന് പറയുന്നത് ഏത് നമ്പർ വരെയും ആകാം. ഹിയർ ദ ലാസ്റ്റ് ക്ലാസ് നോക്കുകയാണെങ്കിൽ 50 ആൻഡ് എബോവ് ഏത് നമ്പർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്പൺ എൻഡഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഈ ഓപ്പൺ എൻഡഡ് ക്ലാസ്സസിനെ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചാപ്റ്റേഴ്സ് ആയിട്ട് വരുന്നതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയൻ മോഡ് അല്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മീൻ മീഡിയൻ മോഡ് കാണാൻ വേണ്ടി ഓപ്പൺ എൻഡ് ക്ലാസ്സസ് തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ മറ്റ് ക്ലാസ്സസിൻ്റെ റേഞ്ച് എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്താൽ മതി. അത് അവിടെ ഞാൻ ആ ഭാഗം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിപ്പിച്ച് തരാം.
ഇപ്പോൾ ഇവിടെ ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത് ദ ലോവർ ലിമിറ്റ് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് ആൻഡ് അപ്പർ ലിമിറ്റ് ഓഫ് ദ ലാസ്റ്റ് ക്ലാസ് ആർ നോട്ട് ഗിവൺ അല്ലേ, അത് തരാത്തതാണ് ഏതെന്ന് പറയുന്നത് ഓപ്പൺ എൻഡ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് വരുന്നത് കുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ് എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ്. സോ we can pass on the cumulative series. How can we find out the cumulative series? Here it is obtained by the successfully adding the frequencies of the value of the class according to certain law. അപ്പോൾ നമ്മൾ cumulative സീരീസിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ലെസ് ദാൻ cumulative ഫ്രീക്വൻസി സീരീസും ഉണ്ട്, അതേപോലെ തന്നെ മോർ ദാൻ cumulative ഫ്രീക്വൻസി സീരീസും ഉണ്ട്. അപ്പോൾ ലെസ് ദാൻ cumulative ഫ്രീക്വൻസി സീരീസ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. The frequency series of the each class interval are added successively. ഇപ്പോൾ ക്ലാസ് ഇൻ്റർവെൽ ക്ലാസ് ആയിട്ടുള്ള ഫ്രീക്വൻസീസ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ ഫ്രീക്വൻസിനെ സക്സസീവായിട്ട് ആഡ് ചെയ്ത് പോകുന്നതാണ് ലെസ് ദാൻ കുമുലേറ്റീവ് സീരീസ് എന്ന് പറയുന്നത്. എന്നാൽ മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ് എന്ന് പറയുന്നത് the more than cumulative frequency is obtained by finding the cumulative total of the frequency starting from the highest value of the variable to the lowest value അല്ലേ. നമുക്ക് മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൽ നമ്മുടെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഫ്രീക്വൻസീസ് എത്രയാണോ തന്നത് എന്നതിൻ്റെ അതിൻ്റെ ടോട്ടൽ ആദ്യം എഴുതുകയും അതിൽ നിന്ന് യഥാർത്ഥ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിളിൻ്റെ ഫ്രീക്വൻസീസ് ഒന്നൊന്നായി നമ്മൾ എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് അല്ലെങ്കിൽ ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരിക സക്സസീവ്ലി, അല്ലെങ്കിൽ സക്സസീവ്ലി നമ്മൾ ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ആണ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസും കിട്ടും. നമുക്കിവിടെ അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു ടേബിൾ നോക്കാം. ഇവിടെ ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. 0 to 10, 10 to 20, 20 to 30 എന്ന് പറയുന്നതും അതിൻ്റെ നമ്പർ ഓഫ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് 2, 5, 10, 12, 17 and 4 എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കാണാൻ വേണ്ടി ഇതിലെ അപ്പർ ലിമിറ്റുകൾ എടുക്കുക. അപ്പർ ലിമിറ്റ് ഇവിടെ എന്താണ്, 10, 20, 30, 40, 50 and 60. ആ അപ്പർ ലിമിറ്റുകളുടെ അടുത്ത് എന്ത് എഴുതണം, ലെസ് ദാൻ 10 അല്ലേ. അപ്പോൾ ലെസ് ദാൻ ഇതിൻ്റെ അപ്പർ ലിമിറ്റ് ഏതാണ്, 10 ആണ്. അപ്പോൾ ലെസ് ദാൻ 10, ലെസ് ദാൻ 20, ലെസ് ദാൻ 30, ലെസ് ദാൻ 40, ലെസ് ദാൻ 50, ലെസ് ദാൻ 60 എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുന്നതാണ് ഏതെന്ന് പറയുന്നത്, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സക്സസീവ്ലി ദ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്ത് പോകും. അപ്പോൾ ഇവിടെ നമുക്ക് കണക്കിൽ നോക്കാം. ഹിയർ ദ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ, ദ ഫസ്റ്റ് ക്ലാസ് 0 to 10 ദ ഫ്രീക്വൻസി 2, ദെൻ സെക്കൻഡ് ക്ലാസ് 10 to 20 ദ ഫ്രീക്വൻസി 5. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുമുലേറ്റീവ് ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി സീരീസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി കാണാൻ വേണ്ടിയിട്ട് ആദ്യം 2 എഴുതി അല്ലേ. ആ 2 എഴുതിയിട്ട് ആ 2നോടൊപ്പം അതിൻ്റെ അടുത്ത ഫ്രീക്വൻസി എന്താണ് വരുന്നത്, 5. അപ്പോൾ 2 + 5 = 7. ദെൻ 7 + 10 17. ദെൻ 17 + 12 29. ദെൻ 29 + 17 46. ദെൻ 46 + 4 50. ഇങ്ങനെ സക്സസീവ്ലി ആഡ് ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ലെസ് ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ കിട്ടും. ഇനി അടുത്തതായിട്ട് എങ്ങനെയാണ് അല്ലെ, ഹൗ ക്യാൻ വി പ്രിപ്പയർ ദ മോർ ദാൻ കുമുലേറ്റീവ് ഫ്രീക്വൻസി ടേബിൾ. മോർ ദാൻ ഫ്രീക്വൻസി ടേബിൾ എങ്ങനെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒറിജിനലായിട്ട് തന്നിരിക്കുന്ന ഫ്രീക്വൻസി ടേബിളിൻ്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ആദ്യം എഴുതിയിട്ട് ആ ടോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ടോട്ടൽ ഇവിടെ എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം, 50 അല്ലേ. ആ 50 എഴുതിയതിന് ശേഷം ആ 50യിൽ നിന്ന് നമ്മുടെ ഒറിജിനൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസി ആയിട്ടുള്ള 2, 5, 10, 12, 17,
4. ഈ നമ്പേഴ്സ് അതിൽ നിന്ന് സക്സസീവ്ലി നമ്മൾ എന്ത് ചെയ്യുക, അങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ 50 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 48. അപ്പോൾ ഈ മോർ ദാൻ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ക്ലാസിൻ്റെ ലോവർ ലിമിറ്റാണ് ആദ്യം എഴുതുക. ലോവർ ലിമിറ്റുകൾ 0, 10, 20, 30, 40 ആൻഡ് 50 എഴുതുകയും അതിനോടൊപ്പം എന്ത് ചെയ്യുക, മോർ ദാൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുക. അപ്പോൾ മോർ ദാൻ 0, മോർ ദാൻ 10, മോർ ദാൻ 20, മോർ ദാൻ 30, മോർ ദാൻ 40 ആൻഡ് മോർ ദാൻ 50 എന്നുള്ള രീതിയിലേക്ക് വരും. ഇനി അതിൻ്റെ ഫ്രീക്വൻസീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രീക്വൻസിയുടെ ടോട്ടൽ എഴുതുകയും ആ ടോട്ടലിൽ നിന്ന് ഒറിജിനൽ ക്ലാസിൻ്റെ ഫ്രീക്വൻസീസ് എന്ത് ചെയ്യുക, മൈനസ് ഡിഡക്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്യുക. അപ്പോൾ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 50 മൈനസ് 2 48, 48 മൈനസ് 5 43, 43 മൈനസ് 10 33, 33 മൈനസ് 12 21, 21 മൈനസ് 17 4 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുമുലേറ്റീവ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ നിർമ്മിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ടൈം സീരീസ്. ഓക്കെ എന്ന് പറയുന്നത് നമുക്കിനി ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.